അതിൽപാലോട് ചേരുന്നുണ്ട് അതിന്റെ വിശദാംശങ്ങൾ നൽകാൻ. അതിൽ ഈ മാസം 31-നാണ് ദില്ലിയിൽ മാർച്ച് സംഘടിപ്പിക്കുക. രാജ്യം ഇനി ഉറ്റുനോക്കുന്നത് ആ മാർച്ചിലേക്കാണെന്ന് വേണമെങ്കിൽ പറയാം. വിവിധ ഗതാഗത അസോസിയേഷനുകളുടെ നേതൃത്വത്തിലാണ്. മാത്രമല്ല ഈ മാർച്ചിൽ മറ്റാരുടെയൊക്കെ പങ്കാളിത്തം ഉണ്ടാകും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്നു തന്നെ കാണണം, അല്ലേ? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. ഓഗസ്റ്റ് 4-നാണ് പാർലമെന്റ് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ എഥനോൾ കലർത്തിയ പെട്രോൾ ഉപയോഗിച്ച് വലിയ തോതിൽ നഷ്ടമുണ്ടാകുന്നു എന്നതാണ് ടാക്സി ഡ്രൈവർമാരുടെ അടക്കം പരാതി. ഇതിൽ ശുദ്ധമായ എണ്ണ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധ മാർച്ചിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഏതായാലും വലിയ തോതിൽ ഈ E20 ജനതാ പാർട്ടി എന്ന പേരിൽ പുതുതായി വന്നിട്ടുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ വലിയ തരംഗമായി സമൂഹ മാധ്യമങ്ങളിൽ മാറുന്നതിനിടെയാണ് അത് ഫിസിക്കലായി തന്നെ നേരിട്ടുള്ള പ്രതിഷേധ രൂപമായി മാറുന്നത്. പലതരം മാർച്ചുകൾ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്ന് വാഹന ഉടമകളുടെ, പ്രത്യേകിച്ച് ടാക്സി ഡ്രൈവർമാരുടെ ഒരു മാർച്ചാണ്. മറ്റൊന്ന് ഇപ്പോൾ വരുന്ന വാർത്ത, ഈ മാസം 31-ന് ദില്ലിയിൽ ഗാന്ധി മാർച്ച് നടക്കും എന്നുള്ളതാണ്. ഇന്ത്യ ഗേറ്റ് മുതൽ ഒപ്പം പാർലമെന്റ് സ്ട്രീറ്റ് വരെയുള്ള മാർച്ച് തെഹ്സീൻ പൂനെവാലയായിരിക്കും സംഘടിപ്പിക്കുക എന്ന വാർത്ത ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. മറ്റൊന്ന് അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഓൺലൈൻ മീറ്റിംഗ് ആണ്. നാഷണൽ ടൗൺ ഹാൾ എന്ന പേരിൽ വരുന്ന ശനിയാഴ്ചയാണ് ഓൺലൈനായി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടൊരു സമരയോഗം, പ്രതിഷേധ യോഗം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ വിവിധ പരിപാടികൾ, വിവിധ മാർച്ചുകൾ രാജ്യത്ത് ദില്ലിയിലൊക്കെ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് എഥനോൾ പെട്രോളിനെതിരെ വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും. റോഷ്നി, അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ എഥനോൾ ചേർക്കൽ നയത്തിനെതിരെ വലിയ ഒരു പ്രതിഷേധം അത് രാജ്യത്ത് അലയടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോൾ പ്രധാനപ്പെട്ടത് ആ മാർച്ചാണ്. അത് ഈ മാസം 31-നാണ് നടക്കാൻ പോകുന്നത്. നമുക്ക് കാത്തിരുന്നു തന്നെ കാണണം അതിന്റെ കാഴ്ചകൾ എന്തായിരിക്കും.